പണ്ട് ഹിമവാന്റെ പുത്രിയായി മാതാ പാർവതി ജനിച്ചു. സതീദേവിയുടെ പുനർജന്മമായ മാതാ പാർവതിയുടെ മനസ്സിൽ കുഞ്ഞുനാൾ മുതൽ ഒരേയൊരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, മഹാദേവനെ ഭർത്താവായി ലഭിക്കുക. വലിയ രാജകൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് തപസ് ചെയ്ത് മഹാദേവനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി യാത്രയായി. ഭക്ഷണവും ജലവുമില്ലാതെ വർഷങ്ങളോളം നീണ്ട ആ പ്രാർത്ഥനയുടെ തേജസ് ലോകം മുഴുവൻ പടർന്നു. ഈ സമയത്താണ് സമുദ്രദേവൻ മാതാ പാർവതിയെ കാണുന്നത്. മാതാ പാർവതിയുടെ ദിവ്യമായ സൗന്ദര്യം കണ്ടപ്പോൾ അദ്ദേഹത്തിനൊരു മോഹം, മാതാ പാർവതിയെ വിവാഹം കഴിക്കണം. അന്ന് സമുദ്രത്തിലെ വെള്ളം ഇന്നത്തെ പോലെ ഉപ്പുള്ളതായിരുന്നില്ല, അത് തേൻ പോലെ മധുരമുള്ളതായിരുന്നു. ഭൂമിയിലെ എല്ലാ നദികളും വന്നു ചേരുന്നത് തന്നിലായതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയവൻ താനാണെന്ന വലിയൊരു അഹങ്കാരം സമുദ്രദേവനുണ്ടായിരുന്നു. അദ്ദേഹം ആഡംബരത്തോടെ മാതാ പാർവതിയുടെ അടുത്തെത്തി ഇപ്രകാരം പറഞ്ഞു: അല്ലയോ ഹിമവാന്റെ പുത്രി, നീ എന്തിനാണ് ഈ കഠിനമായ തപസ്സുകൾ അനുഷ്ഠിക്കുന്നത്? ഞാൻ ഈ ഭൂമിയിലെ സർവ്വചരാചരങ്ങൾക്കും ജലം നൽകുന്ന ദേവനാണ്. എന്നെ വിവാഹം കഴിച്ചാൽ നിനക്ക് സമുദ്രത്തിന്റെ രാജ്ഞിയായി സുഖമായി വാഴാം. ധ്യാനത്തിൽ നിന്നുണർന്ന മാതാ പാർവതി ശാന്തമായി സമുദ്രദേവനോട് പറഞ്ഞു: സമുദ്രദേവ, എന്റെ മനസ്സ് മഹാദേവനിൽ സമർപ്പിച്ചിരിക്കുന്നു. എനിക്ക് വേണ്ടത് ലൗകികമായ ജീവിതമല്ല, കൈലാസനാഥന്റെ പാദങ്ങളാണ്. ഇത് കേട്ട സമുദ്രദേവന് ദേഷ്യം വന്നു. അദ്ദേഹം പരിഹാസത്തോടെ ചിരിച്ചുകൊണ്ട് മഹാദേവനെ അധിക്ഷേപിക്കാൻ തുടങ്ങി. ആരാണ് ഈ ശിവൻ? ദേഹത്ത് ചാരവും പൂശി കഴുത്തിൽ സർപ്പവും അണിഞ്ഞ് ശ്മശാനത്തിൽ അലഞ്ഞു തിരിയുന്ന ഒരുവൻ, വമ്പൻ തിരമാലകളും അനന്തമായ ജലവുമുള്ള എന്നെ പോലൊരു സമ്പന്നനെ ഉപേക്ഷിച്ച് നീ എന്തിനാണ് അയാളുടെ പുറകെ പോകുന്നത്? എന്റെ ജലമാണ് ഈ ലോകത്തിന്റെ ദാഹമകറ്റുന്നത്, അല്ലാതെ നിന്റെ മഹാദേവനല്ല. തന്റെ പ്രാണനാഥനായ മഹാദേവനെ അധിക്ഷേപിക്കുന്നത് കണ്ടപ്പോൾ മാതാ പാർവതിയുടെ ശാന്തത മാറി. മാതാ പാർവതി ആദിപരാശക്തിയായി ഉഗ്രരൂപം പൂണ്ടു. ദേവി ക്രോധത്തോടെ സമുദ്രദേവന് നേരെ വിരൽ ചൂണ്ടി ശപിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: സമുദ്രദേവ, നിന്റെ സമ്പത്തിലും ജലത്തിലും നീ അമിതമായി അഹങ്കരിക്കുന്നു. ലോകത്തിന്റെ ദാഹമാറ്റുന്നു എന്നതാണല്ലോ നിന്റെ ഗർവ്. എന്നാൽ ഇന്നു മുതൽ നിന്റെ ജലമെല്ലാം ഉപ്പുള്ളതായി മാറട്ടെ. നിന്റെ മുൻപിൽ ജലം പരന്നു കിടക്കുമ്പോഴും ഒരു ജീവിക്കും ആ വെള്ളം കുടിച്ച് ദാഹമാറ്റാൻ കഴിയുകയില്ല. നിന്റെ അഹങ്കാരത്തിന്റെ അടയാളമായി ഈ ഉപ്പുരസം ലോകാവസാനം വരെ നിന്നിൽ ഉണ്ടായിരിക്കും. നിമിഷ നേരം കൊണ്ട് കടലിലെ മധുര ജലം മുഴുവൻ ഉപ്പുള്ളതായി മാറി. തന്റെ തെറ്റ് മനസ്സിലാക്കിയ സമുദ്രദേവൻ ദേവിയുടെ പാദങ്ങളിൽ വീണ് മാപ്പ് അപേക്ഷിച്ചു. എന്നാൽ പറഞ്ഞ വാക്ക് മാറ്റാൻ കഴിയില്ലെന്നും ലോകത്തിന് എന്നും ഇതൊരു പാഠമായിരിക്കുമെന്നും മാതാ പാർവതി സമുദ്രദേവനോട് പറഞ്ഞു. അങ്ങനെയാണ് അന്നു മുതൽ കടൽ വെള്ളം കുടിക്കാൻ യോഗ്യമല്ലാത്ത വിധം ഉപ്പായി മാറിയതെന്ന് പറയപ്പെടുന്നു. കൂടാതെ വേറൊരു കഥയും പ്രചാരത്തിലുണ്ട്. അതിങ്ങനെയാണ്: ഒരിക്കൽ ദേവന്മാരുമായുള്ള യുദ്ധത്തിനിടെ അസുരന്മാർ ഭയന്ന് സമുദ്രത്തിനടിയിൽ പോയി ഒളിച്ചു. അവിടെയിരുന്ന് അവർ ദേവന്മാരെ ഒളിയം പെയ്ത് ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. സമുദ്രത്തിനടിയിൽ പോയി അവരെ പിടികൂടാൻ ദേവന്മാർക്ക് കഴിഞ്ഞിരുന്നില്ല. ഈ പ്രശ്ന പരിഹാരത്തിനായി ദേവന്മാർ അഗസ്ത്യ മുനിയെ സഹായം തേടി. ലോകരക്ഷയ്ക്കായി മുനി തന്റെ തപോശക്തിയാൽ സമുദ്രജലം മുഴുവൻ കുടിച്ചു വറ്റിച്ചു. ഇതോടെ ഒളിക്കാൻ ഇടമില്ലാതെ പുറത്തു വന്ന അസുരന്മാരെ ദേവന്മാർ പരാജയപ്പെടുത്തി. എന്നാൽ സമുദ്രം വറ്റിയതോടെ ഭൂമിയിലെ സന്തുലിതാവസ്ഥ തെറ്റുകയും ജീവജാലങ്ങൾ കഷ്ടപ്പെടുകയും ചെയ്തു. സമുദ്രം തിരികെ നൽകണമെന്ന് ദേവന്മാർ വീണ്ടും മുനിയോട് അപേക്ഷിച്ചു. ഒടുവിൽ അഗസ്ത്യ മുനി തന്റെ യോഗശക്തിയിലൂടെ സമുദ്രജലം തിരികെ നൽകി. എന്നാൽ അഗസ്ത്യ മുനിയുടെ വായിൽ നിന്ന് തിരികെ എത്തിയ സമുദ്രജലം ഉപ്പുള്ളതായി മാറിയെന്ന് പറയപ്പെടുന്നു. സമുദ്രജലം ഉപ്പായി മാറിയതിന്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ഹർ ഹർ മഹാദേവ്.